നമസ്കാരം. സുധാകര വധം ആട്ടക്കഥ അല്ലെങ്കിൽ കഥകളി ഏതാണ്? ജി ആൻഡ് കെ സുധാകരൻ. രണ്ടും സുധാകരമാണല്ലോ. എല്ലാ ചിന്തകളും UDF LDF ചക്കളത്തെ പോരാട്ടങ്ങളും എല്ലാം തന്നെ സുധാകരന്മാരിൽ എത്തി നിന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. അതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നു, പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. സുധാകരൻ ഇഫക്റ്റ് ഓൺ ബൗത്ത് LDF ആൻഡ് UDF. ഇത് പറയുന്നത് മറ്റു ചില ജൂനിയർ വിമതർ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ജൂനിയർ എന്താ പറയുക, അട്ടക്കാർ നിറഞ്ഞാടുന്ന ഒരു അന്തരീക്ഷം എത്രത്തോളം രണ്ട് മുന്നണികളുടെയും സാധ്യതകളെ ബാധിക്കുന്നു. ഈ ഒരു അന്വേഷണമാണ് ഈ എപ്പിസോഡിന്റെ ഇതിവൃത്തം. നമുക്ക് ജി സുധാകരനിൽ തുടങ്ങാം. കറകളഞ്ഞ നേതാവ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, അഴിമതി രഹിത പ്രതിച്ഛായ, കാര്യക്ഷമതയുടെ ഉഗ്രമൂർത്തി, നിലപാടുകളുടെ രാജകുമാരൻ. PWD റോഡിൽ ടാർ വീണിട്ടുണ്ടോ എന്ന് ഇറങ്ങി പരിശോധിക്കുന്ന മുൻ PWD മന്ത്രി. അദ്ദേഹം വഹിച്ച എല്ലാ വകുപ്പുകളും കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്ന കാലഘട്ടം, ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്ത, ലേശം കവിത എഴുതുന്ന, സാഹിത്യവാസനയുള്ള, എന്നാൽ ക്ഷിപ്രകോപി കൂടിയായ, ലേശം വാശി വൈരാഗ്യങ്ങളൊക്കെയുള്ള സുധാകരൻ പാർട്ടിയിൽ ഇന്നില്ല, CPM-ലില്ല, കോൺഗ്രസ് പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. ആ സാഹചര്യം ആലപ്പുഴ ജില്ലയിലെ അറ്റ്ലീസ്റ്റ് CPM-നെങ്കിലും LDF-ന് എത്രത്തോളം ദോഷം ചെയ്യും? അതാണ് ഒരു ആംഗിൾ. സമാന്തരമായി കണ്ണൂരിൽ കെ സുധാകരൻ, കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഇതിഹാസ നായകൻ, കോൺഗ്രസ് പാർട്ടിക്ക് ചുവന്ന മണ്ണിൽ, വിപ്ലവ മണ്ണിൽ ത്രിവർണ്ണ പതാക പറത്താനുള്ള ശേഷി നൽകിയ, കയ്യൂക്ക് കൊണ്ട് പോലും ശേഷി നൽകിയ, CPM-ന്റെ തേർവാഴ്ചയ്ക്ക് ഭൗതികമായി തന്നെ മറുപടി നൽകിയ ധീരനായ കെ സുധാകരൻ ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലത്തെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞു. എനിക്ക് നിയമസഭയിലേക്കൊന്ന് മത്സരിക്കണം, ഒക്കുമെങ്കിൽ മന്ത്രിസഭയിലും രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ മന്ത്രിസഭ വരുമെന്ന പ്രതീക്ഷയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം തൻ്റെ അവസാന ആഗ്രഹമാണ്. പാർലമെന്റിൽ 3 വർഷം കൂടി ഇരിക്കുന്നതിന് പകരം നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി മന്ത്രി കസേരയിൽ ഒന്നിരുന്നാൽ സന്തോഷം. അത്ര വലിയ പാപമാണോ? അറിയില്ല. പക്ഷെ അതുണ്ടാക്കുന്ന, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന വലിയ പ്രകമ്പനം, അതുകൊണ്ടുണ്ടാകുന്ന ഇൽവിൽ അവസാന വിഷയം പരിഹരിക്കുന്നു. പക്ഷേ അതുണ്ടാക്കിയ ഒരു ഇൽവിൽ മറ്റ് MP-മാർ, അടൂർ പ്രകാശും മറ്റും വളരെ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ ഇതിനൊരു ജാതീയമായ ഒരു നിറം കൂടി കൊടുക്കുന്ന ആളുകളുണ്ട്. പ്രത്യേക സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ അടൂർ പ്രകാശും കെ സുധാകരനും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമുദായം 2 രൂപത്തിലാണ് കേരളത്തിൽ വടക്കും തെക്കും അറിയപ്പെടുന്നത്. അതിൻ്റെ സ്വാധീനം കോൺഗ്രസിൽ വളരെ കുറവാണ്. അതൊരു ബാലൻസിങ് ആക്ട് എന്നുള്ള നിലയിൽ ഈ മുഖങ്ങൾ ആവശ്യമാണ് എന്ന് കരുതുന്നവരുണ്ട്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരുക്കങ്ങളെ ദോഷകരമായി ബാധിച്ചു. സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി പുറത്താക്കാൻ LDF-ന്റെ അത്രയും ലൈറ്റ്നിങ് സ്പീഡിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയാതെ പോയതിൻ്റെ പിന്നിൽ ഇക്കാര്യത്തിൽ കണ്ണൂർ സ്റ്റേറ്റിൽ ഉൾപ്പെടെ ഉണ്ടാകേണ്ട, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകേണ്ട ധാരണയാണ്, അല്ലെങ്കിൽ ധാരണ പിശകാണ് കാരണം. LDF അക്കാര്യത്തിൽ ഒരുപടി മുന്നോട്ട് പോയി. ജി സുധാകരൻ ഇഫക്റ്റ് ഉണ്ടെങ്കിലും കൃത്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ഉം CPI-യും മറ്റ് ഘടകകക്ഷികളും കൃത്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. റോഡ് ഷോകൾ നടത്തി കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിന്, UDF-ന്, ഒരു പാർട്ടിക്കും അത് സാധിച്ചില്ല. വൈകിയിരിക്കുന്നു, ഏറെ വൈകിയൊന്നുമില്ല. 23 ദിവസത്തെ പ്രചരണം മാത്രമാണ്. അത് ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിനുള്ളത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ കേവലം 22 ദിവസം ഇതിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, സൂക്ഷ്മപരിശോധന നടക്കണം, പിൻവലിക്കണം, റിബലുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു മാറ്റണം എന്നു വേണ്ട എത്രയോ അവസാനം എത്ര കാലമുണ്ടായി ഒരുക്കത്തിന്. യാത്ര നടത്തി, അല്ലേ, പല പേരുകളിൽ യാത്രകൾ നടത്തി, നേതാക്കൾ തിമിർത്താടി, ശബരിമല വിഷയം ഏറെ ആഘോഷിച്ചു. എന്നിട്ട് എന്തായി? ഈ സുധാകരൻ ബ്ലോക്കിൽ, അല്ലെങ്കിൽ ഈ പാറയിൽ തട്ടി പൂർണ്ണമായി തകർന്നില്ലെങ്കിലും ഈ UDF എന്ന ടൈറ്റാനിക്കിൽ ചെറിയ വിള്ളൽ വീണില്ലേ?
ചില അപസ്വരങ്ങൾ ഇടതുപക്ഷത്തും ഉണ്ടായില്ലേ? ആ അപസ്വരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപസ്വരങ്ങളുടെ സ്വരം ഇടതുപക്ഷത്ത് എല്ലാം ഭദ്രം എന്ന് പറയുമ്പോഴും വളരെ മുൻപ് തന്നെ രാജേന്ദ്രൻ പാർട്ടി വിട്ടു. അതങ്ങ് കിഴക്കൻ മലനിരകൾ ഇടുക്കി ജില്ലയിൽ BJP-യിൽ ചേർന്നു. വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലായി. ഇപ്പോൾ മത്സരിക്കുന്നു, പയ്യന്നൂർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജയസാധ്യതയില്ല. CPM-ന്റെ തട്ടകം അവിടെയും പാൻ കേരള അടിസ്ഥാനത്തിൽ CPM-ന്റെ രീതികളെക്കുറിച്ച്, സംഘടനാ രീതികളെക്കുറിച്ച്, പണപ്പിരിവുകളെക്കുറിച്ച് ഒക്കെ തന്നെ ശബരിമല മാത്രമല്ല വിഷയം. അടിമുടി CPM അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്ന് മുൻപ് CPI-യിൽ പ്രവർത്തിച്ചിരുന്നവർ പറയുകയാണ്. G. സുധാകരൻ ഉൾപ്പെടെ പറയുന്നത് എന്താണ്? ക്രിമിനലുകൾ, പാർട്ടി ക്രിമിനലുകൾ വൻതോതിൽ പെരുകുന്നു. നിലവാരമില്ലാത്ത പാർട്ടി കേഡറുകൾ പാർട്ടിക്കൊരു ബാധ്യതയാകുന്നു. അക്രമത്തിലൂടെ, അടിച്ചമർത്തലിലൂടെ, അത് കോളേജുകളിൽ SFI നടത്തുന്ന തേർവാഴ്ചയാകാം, DYFIയുടെ ബലപ്രയോഗങ്ങളാകാം, പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളാക്കപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രതികളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുവരുന്ന പ്രവണതകളാകാം, നോക്കുകൂലിയാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അട്ടിമറികളാകാം. ഇതെല്ലാം തന്നെ ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു. അതുകൊണ്ട് പാർട്ടിക്ക് നേരെ, CPM-ന് നേരെ ഒരുപാട് CPM-കാർ, ഇടതുപക്ഷ ചിന്തകർ, ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർക്കുന്നവർ, ശുദ്ധ കമ്മ്യൂണിസ്റ്റുകൾ പലരും മാറി നിൽക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് പിണറായിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങൾ കറകളഞ്ഞ, സുധാകരൻ പറയുന്നത് പോലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു, നിർജ്ജീവമാക്കപ്പെടുന്നു. പലരും G. സുധാകരനെ പോലെ കുലം കുത്തി, വിത്തിൻ കൊട്ടേഷൻ, CPM പറയുന്ന കുലം കുത്തി, വർഗവഞ്ചകൻ, സമദ്രോഹി എന്ന രൂപത്തിൽ മറുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ എത്ര പേരാണ്? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ, അവരിൽ ചിലരൊക്കെ സ്ഥാനാർത്ഥിയാകുന്നു അല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ സംശയത്തിൻ്റെ കരിനിഴലിലാണ്. ആത്യന്തികമായി കണ്ണുകൾ നീളുന്നത് ഉന്നത തലത്തിലെ അഴിമതിയിലേക്കാണ്. ശബരിമലയുടെ ത്രിതല അഴിമതി, 3 തലത്തിലും CPM-ന് പങ്കുണ്ട്. ഒന്ന്, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് അഴിമതിയല്ല, അത് നിലപാടാണ്. ആ നിലപാട് തെറ്റിപ്പോയി എന്ന് പരസ്യമായി കേരള ജനതയോട് പറയുന്നതിന് പകരം കോടതിക്ക് ആത്യന്തികമായ തീരുമാനമെടുക്കാം എന്നും ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റും ഒക്കെ ബാധ്യസ്ഥരാണ് എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുകയും ഒക്കെ ചെയ്ത് സ്ത്രീ പ്രവേശനം സാധ്യമാക്കി കൊടുത്തു. അങ്ങനെ നവോത്ഥാനം സാധ്യമായി എന്ന് അഹങ്കരിച്ചിരുന്ന പാർട്ടിക്ക് ഒരു നിലപാടെടുക്കാൻ പോലും കഴിയാതെ ഉരുണ്ട് കളിക്കുകയും കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോഴും അത് കൃത്യമായ ധാരണകളില്ലാതെ അത് ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായും അഴിമതിയുടെ ഗണത്തിൽ പെടുന്നില്ല എങ്കിലും നിലപാടില്ലായ്മയുടെ ഗണത്തിൽ, അല്ലെങ്കിൽ നിലപാടുകളിലെ പാളിച്ചയുടെ പേരിൽ എണ്ണാവുന്നതാണ്. മറ്റു രണ്ടും ക്ലീൻ അഴിമതിയാണ്. സ്വർണ്ണപ്പാളി എവിടെ പോയി, എത്ര പോയി, ആര് കൊണ്ടുപോയി, ദുരൂഹതയാണ്. SIT അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. സംരക്ഷിക്കാനുള്ളവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നു. പ്രതിപ്പട്ടികയിൽ ഉണ്ടായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടി കാലാവധി കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ വൻപൻ സ്രാവുകൾ, ദേവസ്വം മന്ത്രിയായിരുന്ന, ഈ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാണ് എന്ന്, അതും കഴക്കൂട്ടം മണ്ഡലത്തിൽ CPM-ന്റെ ലിസ്റ്റിലെ സ്ഥാനാർത്ഥിയാണ്. തലമുതിർന്ന നേതാവാണ്, അവിടെ വിജയസാധ്യതയുള്ള നേതാവുമാണ്. ഒരുപക്ഷെ ജനകീയ കോടതിയിൽ അംഗീകാരം ലഭിച്ചേക്കാം. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു പാൻ കേരള ഫീലുണ്ട്. അതെങ്ങനെയാണ് നേരിടുക അറിയില്ല. അതുപോലെ പത്മകുമാറിനെ വളരെ വൈകി, അപ്പോൾ സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടല്ല, അവസാനം JCB കൊണ്ട് എടുക്കേണ്ടി വന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു. ഒരു ആറന്മുള ബൂത്തിൻ്റെ അല്ലെങ്കിൽ ആ വാർഡിൻ്റെ ചുമതലയിൽ നിന്നും പുറത്താക്കുന്നു എന്ന് വേണ്ട, വൈകി എടുക്കുന്ന നടപടികൾ, അതും ലഘു നടപടികൾ എത്രത്തോളം ശരിയാകും? അത് കതിരിൽ വളം വെക്കുന്നതിന് തുല്യമല്ലേ? വെള്ളം മുഴുവൻ ഒഴുകിപ്പോയതിനു ശേഷം ചിറ കെട്ടുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് അഴിമതി, സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ വലിയ ബലമെന്ന് പറഞ്ഞാൽ അഴിമതി വിരുദ്ധതയായിരുന്നു. കോൺഗ്രസ് അഴിമതിക്കാരാണ്, CPM അഴിമതി വിരുദ്ധതയുടെ ആൾരൂപങ്ങളാണ്. EMSന്റെയും AKGയുടെയും അച്യുതാനന്ദൻ്റെയും ഒക്കെ വീരേതിഹാസ കഥകൾ കേട്ട് വളർന്ന സമൂഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഞ്ചിലേറ്റിയത്. പക്ഷെ അവരോട് എന്താണ് പറയുക? ഇപ്പോൾ നടക്കുന്ന ഒരുപാട് നിയമനങ്ങളുടെ പിന്നിൽ നടക്കുന്ന കോഴകൾ, സ്വജനപക്ഷപാതം, ഇതെല്ലാം തന്നെ വിഷയങ്ങളാണ്. അങ്ങനെ വലിയ വിഭാഗം ആളുകൾ CPM-ൽ നിന്നും പുറത്തേക്ക് ചാടുന്നു. അതോടൊപ്പം തന്നെ CPM-ന് കളങ്കമുണ്ടാക്കുന്ന രീതി, PP ദിവ്യ ഉൾപ്പെടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന PP ദിവ്യ ഉൾപ്പെടെ
ഈ വലിയ സമ്മർദ്ദം നേരിടുന്നു. കണ്ണായ സ്ഥാനങ്ങളിലിരുത്തിയ യുവ നേതാക്കളിൽ അത് തിരുവനന്തപുരം മേയർ സ്ഥാനത്തിരുന്ന ആര്യ രാജേന്ദ്രൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ, അതിൻ്റെ ഫലമാണല്ലോ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJP നേട്ടമാക്കി എടുത്തത്. ഇപ്പം CPM വിരുദ്ധതയും ഭരണവിരുദ്ധതയും മേയർ വിരുദ്ധതയും എല്ലാം ചേർന്ന് ഒരു കോർപ്പറേഷനിൽ BJPക്ക് അസ്തിത്വം ഉണ്ടായി. ഇനി BJPയുടെ സാധ്യത കൂടി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കടന്നു വരവ് ഇതെല്ലാം തന്നെ BJP എങ്ങനെ സ്വാധീനിച്ചു എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഭാരതീയ ജനതാ പാർട്ടി ഒരുപക്ഷെ ഊറിച്ചിരിക്കുന്നു. ആൻറ്റി ഇൻകംബൻസിയുടെ ഫീല് ഒരിക്കലും വരേണ്ടതല്ലോ, ഡബിൾ എൻജിൻ എന്ന് പറയുന്നു. പക്ഷേ അവിടെയാണ് ഈ ഡബിൾ എൻജിൻ എന്ന് BJP പറയുന്നിടത്താണ് ജനം ഒരു പടി കൂടുതൽ ചിന്തിക്കുന്നത്. എന്താണ് ഡബിൾ എൻജിൻ? കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ഭരണം, ഒരേ പാർട്ടി. ഇപ്പൊ കേന്ദ്രത്തിലെ പാർട്ടി മാറുന്നില്ലല്ലോ, BJP തന്നെയാണല്ലോ NDA. കേരളത്തിൽ കൂടി NDA അധികാരത്തിൽ വന്നാലോ എത്ര മനോഹരമായ, ഒരു പക്ഷെ നടക്കാൻ സാധ്യതയില്ലാത്ത, ഇപ്പോൾ നടക്കാൻ സാധ്യതയിൽ, ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയില്ലാത്ത മനോഹര സ്വപ്നം. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഏതാനും സീറ്റുകൾ ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റിലേക്ക് മീനിങ് ഫുള്ളായി നീങ്ങണമെങ്കിൽ ചെയ്യാമായിരുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ശ്രീ നരേന്ദ്രമോദി, ആദരണീയനായ പ്രധാനമന്ത്രി, കേരളത്തിൽ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ. ഒന്ന് തിരുവനന്തപുരത്താണ്. അവിടെ ഒരു സമ്മാന പൊതിയുമായി വരുമെന്ന് ഏവരും കരുതി. തിരുവനന്തപുരം സിറ്റിക്ക് ഗുണകരമാകുന്ന ചില പാക്കേജുകൾ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എയിംസ് ഒന്നും വന്നില്ല എങ്കിലും ചില പദ്ധതികൾ പ്രഖ്യാപിക്കും. ഒന്നും ഉണ്ടായില്ല. പിന്നീട് വന്നു, എറണാകുളത്ത് വന്നു. കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ വരവിൽ യാതൊന്നും കൂടുതലായി പറയാൻ പറ്റിയില്ല. കുറെ ആകമാന ചിത്രം, 10,800 കോടി രൂപയുടെ ആകമാന വികസന പദ്ധതികൾ അതേക്കുറിച്ച് പറഞ്ഞു വെച്ചു എന്നല്ലാതെ കൃത്യമായ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനോ ചില മോഹങ്ങൾ നൽകാനോ തയ്യാറായില്ല. വലിയ നഷ്ടമാണത്. ബജറ്റ് ഒന്നാന്തരം അവസരമായിരുന്നു. ആനമുട്ടയും ആമമുട്ടയുമാണ് കേരളം സംസാരിച്ചത്. ഖനനത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചു. ഭാവിയിൽ ഇത് പ്രയോജനപ്രദമാകാം, കേരളം ടൂറിസം ഹബ്ബാക്കുമെന്ന് പറയുന്നു. ഈ പറയുന്നതല്ലാതെ പദ്ധതികൾ ആ രൂപത്തിൽ വന്നില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു വയബിൾ തേർഡ് ഫ്രണ്ട് എന്ന നിലയിൽ കേരളത്തിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ബദൽ എവിടെ? UDF LDF സംവിധാനങ്ങൾ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറയുമ്പോൾ ബദലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്ന ഒരുപാട് കേരളീയരുണ്ട്. പ്രോപ്പർ ഒരു ബദലായി BJPക്ക് ഇപ്പോൾ ഉയർന്നു വരാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അർബൻ മേഖലകൾ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള അർബൻ മേഖലകൾ, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, അല്ലെങ്കിൽ മഞ്ചേശ്വരം, മേഖലകളിലൊക്കെ ചില സ്വാധീന മേഖലകളിൽ സാന്നിധ്യം അറിയിക്കാൻ ഇപ്പോഴും BJPക്ക് കഴിയും. BJP പലരെയും ഉൾക്കൊണ്ടു, മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന പലരെയും ഉൾക്കൊണ്ടു. ഏറ്റവും അവസാനം PP മുകുന്ദനെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ CPIയിൽ നിന്നും മറുകണ്ഠം ചാടിയ മുകുന്ദനെ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് രാജേന്ദ്രനെ ഹൈറേഞ്ച് മേഖലയിൽ ഉൾക്കൊണ്ടു. അങ്ങനെ പലരെയും ഉൾക്കൊണ്ടു. ഒരുപാട് ക്രിസ്ത്യൻ നേതാക്കളെ BJPയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊണ്ടുവന്നു. ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു. സംഘടനാ തലപ്പത്ത്, സംഘടനയുടെ ചുമതലയിൽ അനൂപ് ആന്റണി ചെറുപ്പക്കാരനാണ്, തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഷോൺ ജോർജ് ചെറുപ്പക്കാരനാണ്, PC ജോർജിന്റെ മകനാണ്. കണ്ണായ സ്ഥാനങ്ങൾ കൊടുക്കുന്നു, സംഘടനയിൽ ചുമതലകൾ കൊടുക്കുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ഒരു പാലം പണിയുന്ന തിരക്കിലാണ്. പക്ഷെ അതൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയതായി കണ്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമോ അറിയില്ല. അതുകൊണ്ട് കലങ്ങി മറിയുന്ന സമയമായിരുന്നു കഴിഞ്ഞ 2 മാസങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 3 മുന്നണികളും പ്രവേശിച്ചപ്പോൾ റിബൽ ശല്യം ഒരുപോലെ, റിബൽ എന്നല്ല, പടല പിണക്കങ്ങൾ, അല്ലെങ്കിൽ കുതികാൽ വെട്ടുകൾ, അല്ലെങ്കിൽ വർഗവഞ്ചകർ ഒരുപോലെ തന്നെ 3 പാർട്ടികളെയും BJPയിൽ നിന്നും കടന്നുപോയവരുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയിൽ നിന്ന് കടന്നുപോയില്ലേ? അപ്പോൾ BJPയിൽ നിന്ന് പോയവരുണ്ട്. അപ്പോൾ അൻപേൽക്കാത്തവരില്ല കുരുക്കളിൽ എന്നതാണ്. അവിടെ ഏത് കാലുമാറ്റത്തിനാണ്, ഏത് ചേരിമാറ്റത്തിനാണ്, ഏത് കൂടി വരവിനാണ്, കടന്നു വരവിനാണ് ജനം അനുമതി നൽകുന്നത്, ജനം സ്വീകരിക്കുന്നത്? K. സുധാകരൻ സ്വീകരിക്കപ്പെടുമോ അമ്പലപ്പുഴയിൽ? അതുപോലെ G. സുധാകരൻ അമ്പലപ്പുഴ സ്വീകരിക്കപ്പെടുമോ? K. സുധാകരന്റെ കണ്ണീരിന് കണ്ണൂരെ ജനങ്ങൾ എന്തു മറുപടിയാണ് പറയുക? ഇതെല്ലാം ഉദ്വേഗപൂർവ്വം നോക്കി നിൽക്കുന്നു. കുഴഞ്ഞു പറഞ്ഞ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ക്ലാരിറ്റിയോടുകൂടി കേരളത്തിലെ ജനത ഈ മാറ്റങ്ങളെ കാണുന്നതിന് പിന്നിൽ പ്രത്യയശാസ്ത്രപരമായ സൈദ്ധാന്തികമായ കാരണങ്ങളുണ്ടോ? G. സുധാകരൻ പറയുന്നതിൽ വലിയ സൈദ്ധാന്തികതയില്ല, ചില വ്യക്തിവിരോധങ്ങൾ മാത്രം. K. സുധാകരൻ പറയുന്നതിൽ ഒരു സൈദ്ധാന്തികതയുമില്ല. ആരും ഒന്നും പറഞ്ഞതിൽ സൈദ്ധാന്തിക അടിത്തറ ഇല്ലാത്തത് കൊണ്ട് UDF LDF NDA സംവിധാനങ്ങൾ അഭംഗുരം തുടരും. ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട കുടിഞ്ഞു പോക്കുകൾ
കേരള ജനത ചിന്തിക്കാനാണ് സാധ്യത. പക്ഷേ ഓരോ സീറ്റും നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ റിപ്പിൾ ഇഫക്റ്റെങ്കിലും ഒരുപക്ഷെ അൾട്ടിമേറ്റ് റിസൾട്ട് സുനാമിയായി മാറാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്നിരിക്കുന്നത്. നോക്കിക്കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.